ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും ആർട്ടിക് എന്ന ഉത്തരധ്രുവത്തിലെ രാഷ്ട്രീയം മാറ്റിമറിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുവാണെങ്കിൽ മനുഷ്യവംശം ഇപ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളുണ്ട് പല ഭൂഖണ്ഡങ്ങളിലേക്ക് കുടിയേറി. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, അതുപോലെ ഏഷ്യ, യൂറോപ്പ്. അപ്പോൾ ലോകത്തുനിന്ന് ഭൂരിപക്ഷ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യൻ്റെ വാസമുണ്ട്, മനുഷ്യൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ മനുഷ്യവാസം അധികം എത്താത്ത രണ്ട് ഏരിയകളാണ്. ഒന്ന് ആർട്ടിക്, അത് ഉത്തരധ്രുവവും, ഒന്ന് അന്റാർട്ടിക്ക അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവവും. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും ഈ ലോകത്തിൻ്റെ ഏറ്റവും വടക്കും തെക്കുമാണ്. അപ്പോൾ ഇവിടെ പൊതുവെ ഭയങ്കര മഞ്ഞേറിയ കാലാവസ്ഥയാണ്. അപ്പോൾ ഈ കഠിനമായ കാലാവസ്ഥ കാരണം മനുഷ്യൻ അങ്ങനെ കൂട്ടമായിട്ട് അങ്ങോട്ട് ചെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് ആർട്ടിക്. ആർട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക് സർക്കിളിൻ്റെ പൊക്കത്തായിട്ടാണ് ഈ ആർട്ടിക് എന്ന് പറഞ്ഞ റീജിയൻ പറയുന്നത്. അത് മനുഷ്യൻ കണ്ടെത്തുന്നത് 1900-ങ്ങൾക്ക് ശേഷമാണ്. പലർ അതിനെപ്പറ്റി പല അവകാശം അത് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലവിധ ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈനിൻ്റെ വടക്കുള്ള ഏരിയയാണ് ആർട്ടിക് എന്ന് പറയുന്നത്. അവിടെ ആർട്ടിക് സമുദ്രമുണ്ട്. കൂടാതെ പല രാജ്യങ്ങളുടെ 8ഓളം രാജ്യങ്ങളുണ്ട്. കാനഡ, അമേരിക്ക, റഷ്യ, ഗ്രീൻലാൻഡ്, നോർവേ, സ്വീഡൻ, ഐസ്ലാൻഡ്, ഫിൻലാൻഡ്. ഈ 8 രാജ്യങ്ങളുടെ ഭാഗങ്ങളുണ്ട്. ആ പെടുന്ന റീജിയനാണ് ആർട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൽ കുറച്ചൊക്കെ ഒരു മനുഷ്യവാസമുണ്ട്. അതായത് അവിടുത്തെ ആദിവാസികളായ ഇനിയൂട്ടുകളാണ്. അവിടുത്തെ വേട്ടയാടലും മീൻപിടുത്തമൊക്കെ ഇട്ട് ജീവിക്കുന്നവരാണ് അവർ. ആർട്ടിക്കിലെ മൃഗങ്ങൾ നോക്കുവാണെങ്കിൽ പല വിധത്തിലുള്ള മൃഗങ്ങളുണ്ട്. ഇപ്പോൾ ഹിമക്കരടിയുണ്ട്, പലവിധ തിമിംഗലങ്ങളുണ്ട്, വാൾറസ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, അങ്ങനെയുള്ള സീലുണ്ട്, അങ്ങനെയുള്ള പല പല മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൻ്റെ പ്രാധാന്യം? അപ്പോൾ കുറേ നൂറുകണക്കിന് വർഷങ്ങളോളം മനുഷ്യൻ അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ് ആർട്ടിക്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ പലവിധ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആർട്ടിക്. ലോകത്തിലെ ശുദ്ധജലത്തിൻ്റെ 10% ആർട്ടിക്കുള്ള മഞ്ഞിലാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തിലെ പല റിസോഴ്സും ആർട്ടിക്കിലാണ്. ലോകത്തിലെ 13% കണ്ടെത്താത്ത ക്രൂഡ് ഓയിൽ ആർട്ടിക്കിലാണ്. 30% ഗ്യാസ്, പ്രകൃതിവാതക ആർട്ടിക്കിലാണ്. അതുപോലെ പല റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പല്ലേഡിയം, അതുപോലെ നിക്കൽ. ഇതിൻ്റെ എല്ലാം ഒരു സമ്പന്ന ഖനിയാണ് ആർട്ടിക്. അതുപോലെ തന്നെ ആർട്ടിക്കിൽ ധാരാളം മത്സ്യവിഭവങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ പല വിഭവങ്ങളുണ്ട്, സമ്പന്നമാണ് ആർട്ടിക്. ഇനി ആർട്ടിക്കിൻ്റെ വേറൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ കുറേ കാലമായിട്ട് അനുഭവിക്കുന്നതാണ് കാലാവസ്ഥ മാറ്റം. കാലാവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റമുണ്ട്. ചില സ്ഥലങ്ങളിൽ വരൾച്ച കൂടി, ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നത് ഭയങ്കര ഇറഗുലറായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ ടെമ്പറേച്ചർ, ലോകത്തിൻ്റെ താപനില വളരെ ഉയർന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക് പൊതുവെ എപ്പോഴും മഞ്ഞ് പുതയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മൊത്തം കഠിനമായ മഞ്ഞുണ്ട് വർഷത്തിൽ ഭൂരിഭാഗ സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആഗോളതാപനം കാരണം ആർട്ടിക്കിലെ മഞ്ഞ് അലിഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ മഞ്ഞ് അലിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ലോകത്തെ കപ്പലുകൾ പോകുന്നത് സൂയസ് കനാൽ റൂട്ടിലും ആഫ്രിക്ക ചുറ്റിയൊക്കെയാണ് ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പൊക്കെ തമ്മിൽ പോകുന്നത്. അങ്ങനെ ആർട്ടിക്കിലെ മഞ്ഞ് അലിഞ്ഞാൽ അവിടെ ഒരു പുതിയ റൂട്ട് വരും. അതിനാണ് നോർത്തേൺ സീ റൂട്ട് എന്ന് പറയുന്നത്, NSR. അപ്പോൾ അതിന് ലോകത്തെ ഈ ഗതാഗതത്തിൽ ഭയങ്കര മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ ചില കണക്കുകൾ കാണിക്കുന്നത് ചൈനീസ് നഗരമായ ഷാങ്ഹായിൽ നിന്ന് ജർമ്മൻ നഗരമായ ഹാംബർഗിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന സൂയസ് കനാൽ വഴി പോയാൽ 35 ദിവസം കൊണ്ടെത്താം. പക്ഷെ ആർട്ടിക് അലിഞ്ഞാൽ ബെയറിംഗ് സ്ട്രെയിറ്റ് വഴി പോയാൽ അത് 18 ദിവസം കൊണ്ട് സാധിക്കും. ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള അകലം അല്ലെങ്കിൽ ദൂരം ഒരു പകുതി കൂടുതൽ കുറയും ആർട്ടിക് അലിഞ്ഞാൽ. അപ്പോൾ ആർട്ടിക് അലിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിലൂടെ ഓടുന്ന കപ്പലുകൾ പ്രത്യേക ഒരു സാങ്കേതിക വിദ്യ വേണം. അതിനാണ് ഐസ് ബ്രേക്കർ എന്ന് പറയുന്നത്. അതായത് ഐസ് പൊട്ടിച്ചാണ് പോകുന്നത്. അത് വളരെയധികം ചിലവുള്ള, വളരെയധികം ഇത് വേണ്ട ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ആർട്ടിക് അലിഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്തേൺ സീ റൂട്ട് പ്രാക്ടിക്കലാവും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ ധാരാളം കപ്പലുകൾ ഇപ്പോൾ ആർട്ടിക്കിൽ കൂടെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ആർട്ടിക്കിലെ വിഭവങ്ങളും അവിടുത്തെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതയും ആർട്ടിക്കിനെ വളരെ അട്രാക്റ്റീവാക്കി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആർട്ടിക്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള രാജ്യമാണ് റഷ്യ. ഏകദേശം 2400 കിലോമീറ്റർ ആർട്ടിക്കിൽ റഷ്യക്ക് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ റഷ്യ ഒരു ആർട്ടിക് പോളിസി 2020 പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ റഷ്യയെ പറ്റി പറയുന്നു? കാരണം ആർട്ടിക്കിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള രാജ്യം റഷ്യയാണ്. അതുകൂടാതെ ഐസ് ബ്രേക്കർ അല്ലെങ്കിൽ ഐസ് മുറിച്ചു പോണ കപ്പൽ, അതിൻ്റെ ഏറ്റവും നല്ല ടെക്നോളജി ഉള്ള രാജ്യം റഷ്യയാണ്. റഷ്യക്ക് ഡീസൽ ഉപയോഗിച്ചും ആണവോർജ്ജം ഉപയോഗിച്ചും ഐസ് ബ്രേക്കറുകൾ ധാരാളമുണ്ട്. അത് റഷ്യക്ക് വളരെ അഡ്വാൻറ്റേജുകളാവും. ഇപ്പോൾ തന്നെ റഷ്യ അവരുടെ പല കാര്യത്തിന്, സാമ്പത്തികമായ സൈനികമായ കാര്യത്തിന് ആർട്ടിക്കിനെ കണ്ടെത്തി കഴിഞ്ഞു. അവിടുത്തെ പഴയ സോവിയറ്റ് കാലത്തെ മിലിറ്ററി ബേസുകൾ അവർ ആക്റ്റീവാക്കി. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ആർട്ടിക് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുള്ള സ്ഥലം മാത്രമല്ല. ആർട്ടിക്കിൽ പങ്കിടുന്നത്, റഷ്യ അതിർത്തി പങ്കിടുന്നത് 7ഓളം നാറ്റോ രാജ്യങ്ങളാണ്. നാറ്റോ റഷ്യയുടെ കടുത്ത ശത്രുവാണ്. അപ്പോൾ റഷ്യക്ക് ആർട്ടിക്കിലെ താല്പര്യങ്ങളിൽ ഒരു സൈനികമായ തലമുണ്ട്. ഇനി നമ്മൾ നോക്കുക, റഷ്യ മാത്രമല്ല, ഉയർന്നു വരുന്ന വേറൊരു ശക്തിയാണ് ചൈന. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ ലോകത്തൊരു വലിയ പ്രൊജക്റ്റ് ഉണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ലോകത്തിലെ പല ഭൂഖണ്ഡങ്ങളാണ്, പല സ്ഥലങ്ങളാണ് റോഡും റെയിലും പോർട്ടും പൈപ്പ് ലൈൻസും വെച്ച് കണക്ട് ചെയ്യുക. അങ്ങനെ ലോകത്തെ മൊത്തം കണക്ട് ചെയ്ത് ചൈനീസ് വസ്തുക്കളും ചൈനീസ് പ്രാതിനിധ്യവും എത്തിക്കുക. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചൈനയ്ക്കൊരു പ്ലാനുണ്ട്, ആർട്ടിക് അലിയുമ്പോൾ അവിടെ കൂടി കപ്പലോടിക്കുക. അങ്ങനെ വന്നാൽ ചൈനയുടെ ചരക്ക് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പെട്ടെന്നെത്തും. ആ റൂട്ടിനാണ് ചൈന പോളാർ സിൽക്ക് റൂട്ട് എന്ന് പേരിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാം ഈ ആർട്ടിക്കിലെ കാലാവസ്ഥാ മാറ്റം എത്രത്തോളം താല്പര്യം അവിടെ ഉണ്ടാക്കുന്നു. റഷ്യയും ചൈനയും ഇപ്പോൾ തന്നെ നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക ഒന്നും വെറുതെ ഇരിക്കുമെന്ന് നമ്മൾ കരുതണ്ട. അമേരിക്കയും കാനഡയും ഫിൻലാൻഡും കൂടി ഒരു പുതിയ പാക്ട് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഐസ് പാക്ട്, ICE, ഐസ് ബ്രേക്കർ കൊളാബറേറ്റർ എഫക്റ്റ്. അപ്പോൾ ഐസ് ബ്രേക്കർ സാങ്കേതിക വിദ്യയിലൊക്കെ കൂടുതൽ സഹകരിക്കാനും ഈ ഏരിയ റഷ്യയും ചൈനയും മാത്രം കൊണ്ടുപോകാണ്ടിരിക്കാനും വേണ്ടിയാണ് അവർ സഹകരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ആർട്ടിക് പോളിസി 2024 ഇറക്കി. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഇവിടെ സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവർക്ക് അവരുടേതായ ദീർഘകാല ലക്ഷ്യമുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ആർട്ടിക്കിൽ താല്പര്യങ്ങളുണ്ട്. ആർട്ടിക് രാജ്യങ്ങളുടെ സംഘടനയായ ആർട്ടിക് കൗൺസിലിൽ 2013 ഇന്ത്യ ഒരു നിരീക്ഷക രാജ്യമായി ചേർന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് റഷ്യയുമായിട്ടുള്ള വ്യാപാരം ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. നമുക്ക് കാണാം, കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നമ്മുടെ കച്ചവടം 80,000 കോടിയിൽ നിന്ന് ഏകദേശം 5 ലക്ഷം കോടിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു 4 ലക്ഷം കോടി നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഓയിലും ഗ്യാസുമാണ്. അപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ 2018 തുടങ്ങിയ ആർട്ടിക്കിൽ നിന്നുള്ള LNG ഇന്ത്യ വാങ്ങുന്നുണ്ട്. അപ്പോൾ റഷ്യ ആർട്ടിക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൽ ഇന്ത്യക്ക് വളരെ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ആർട്ടിക് എന്ന ഏരിയയിൽ താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യ ഒരു ഡ്രാഫ്റ്റ് പോളിസി പേപ്പർ 2020 ഇറക്കി. അപ്പോൾ അതിൽ ഇന്ത്യ പറയുന്ന ഒന്ന്, അവിടുത്തെ ഓയിലും ഗ്യാസും മിനറൽസും ഇന്ത്യക്ക് താല്പര്യമുണ്ട്. അവിടെ ഉയർന്നു വരുന്ന നോർത്തേൺ സീ റൂട്ട് ഉപയോഗിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് കിഴക്കൻ കോസ്റ്റിലെ തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് റഷ്യയുടെ വ്ളാദിവോസ്റ്റോക്കിലേക്ക് നമുക്ക് കപ്പൽ സർവീസ് നടത്തുന്നുണ്ട്, നമ്മുടെ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അത് നമ്മൾ ആർട്ടിക്കിലേക്ക് കൊണ്ടുവന്നേക്കാം. അതുപോലെ നമ്മുടെ മൺസൂൺ ആർട്ടിക് അലിയുന്ന സ്വാധീനിക്കാം. അപ്പോൾ അതിനെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താനും ഇന്ത്യക്ക് താല്പര്യമുണ്ട്. കാര്യം മൺസൂൺ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആർട്ടിക് അലിയുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്ട്സ്. പക്ഷെ മനസ്സിലാക്കുക, എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാരുടെ പഠനഫലം അനുസരിച്ച് ഈ ധ്രുവ പ്രദേശങ്ങൾ അലിഞ്ഞാൽ അവിടുത്തെ മഞ്ഞിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൂടപ്പെട്ട വൈറസുകളും അണുക്കളും ഉണ്ട്. അലിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാം. ചിലപ്പോൾ കോവിഡോ അല്ലെങ്കിൽ അതിലോ വലിയ മഹാമാരികൾ ലോകത്തെ വേട്ടയാടാം. അതൊരു വലിയ ത്രെറ്റാണ്. പിന്നൊന്ന്, ആർട്ടിക്കിൽ ഇപ്പോൾ മനുഷ്യവാസം പയ്യെ കൂടും, മനുഷ്യർ കൂടുതൽ വരും, കപ്പൽ വരും, യുദ്ധക്കപ്പൽ വരും. അപ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാവാനും മലിനീകരണം ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ അത് ആ ഏരിയയുടെ പരിസ്ഥിതിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിക്കിന് ആഗോള താപനത്താൽ ഉണ്ടാകുന്ന എഫക്റ്റും അത് ലോകത്തിലെ ഭൗമരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കമൻറ്റുകളും വിലയേറിയ സംശയങ്ങളും അതുപോലെ സജഷൻസും രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക.